ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പൊ നമ്മുടെ ബോൾട്ടൻ ടാസ്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ തന്നെയാണ്. അനീഷ് സഹികെട്ട് അനീഷിന്റെ കയ്യിൽ നിന്ന് മൊത്തവും എക്സ്പോസ്ഡ് ആകുന്ന ഒരു സമയമാണ് കണ്ടുവരുന്നത്. ഇന്നലെ തന്നെ ടാസ്കിനിടയിൽ എന്താ പറയുന്ന മൊത്തം ഒരു പൊട്ടിത്തെറി അനീഷിന്റെ സൈഡിൽ നിന്നും ഉണ്ടായതാണ്. അത്രയും നേരം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ദേഷ്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നതാണ്. നമ്മുടെ ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ടുള്ള ജിഷിനും അനുമോളും കൂടി തീരുമാനങ്ങൾ ഇവർക്കെതിരെ എടുക്കുകയും ബോട്ടിലെല്ലാം റിജക്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് സംസാരിച്ച് കയ്യെ കാലെ പിടിച്ച് ഒരു രീതിയിലും അവർ ഇവരുമായിട്ടൊരു കോംപ്രമൈസിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും സഹകരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ബോട്ടിലുകളെല്ലാം എടുത്ത് കളഞ്ഞ് പാത്രങ്ങളെല്ലാം തല്ലി പൊട്ടിച്ച് അനീഷ് ഭയങ്കര ഹൈപ്പറായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ആകെ ഒന്ന് പേടിച്ചു. അനീഷിന് ഇങ്ങനെ ഒരു ഭാവമുണ്ടോ? എല്ലാവർക്കും തന്നെ അറിയാം ആള് ഒതുങ്ങി അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഒതുക്കി പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരു ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട്. നമ്മൾ പ്രേക്ഷകർക്കൊക്കെ ഇത് മുന്നേ മനസ്സിലായതാണ്. അനീഷിനും ദേഷ്യമൊക്കെ ഉണ്ട്. എന്നാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആള് ഒരു സ്ട്രാറ്റജി പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം ദേഷ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചില നേരത്ത് കുറേശ്ശെ പുറത്തേക്ക് പ്രകടിപ്പിക്കും. എന്നാൽ പോലും എല്ലാ സമയത്തും അതൊന്നും പ്രകടിപ്പിക്കാതെ കുറച്ച് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അനീഷിനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇന്നലെ ആ ഒരു ടാസ്കിനിടയിൽ നല്ല രീതിയിൽ പുറത്തേക്ക് വന്നിരുന്നു. ഇത് അതേപോലെ തന്നെ ഇന്നും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അനീഷ് കൊണ്ടുവന്നിരിക്കുന്ന ആ ജ്യൂസ് ബോട്ടിലുകൾ ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ടുള്ള അനുമോളും സാബുമോനും ജിഷിന് പകരം വന്ന സാബുമോനും കൂടെ ഇതേപ്പറ്റി അതിനകത്ത് മുടിയുടെ കഷ്ണമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോട്ടിലിന് പകരം എല്ലാ ബോട്ടിലുകളും റിജക്ട് ചെയ്യുകയും അവരുടെ സൈഡിൽ ന്യായമില്ല എന്നൊന്നും പറയുന്നില്ല. കാരണം ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബോട്ടിലിൽ മുടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ എല്ലാ ബോട്ടിലുകളും റിജക്ട് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും അവരെ സംബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ സംസാരിച്ച് നോക്കുന്ന അനീഷിനെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആകുകയും എല്ലാ ബോട്ടിലുകളും റിജക്ട് ചെയ്യുകയും ഒന്നും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ കയ്യെ കാലെ പിടിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ട് അവർ ഒരു രീതിയിലും വഴങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ബോട്ടിലുകളും അല്ലെങ്കിൽ മറ്റുള്ള ടീമിന്റെ ബോട്ടിലുകൾ കൂടി എല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ് നിലത്തിട്ട് ചവിട്ടി പൊട്ടിച്ച് ഭയങ്കര അഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരു അനീഷിനെ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചു. ആക്ച്വലി ആ ഒരു ഗെയിം ചൂട് പിടിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അനീഷിന് ഉണ്ടാക്കിയെങ്കിൽ പോലും ഒരു ഓണവിന്റെ രീതിയിൽ പോയിരുന്ന ആ ഒരു ഗെയിമിനെ കുറച്ച് ചൂട് പിടിപ്പിക്കാൻ അനീഷിന്റെ ആ ഒരു ആക്ട് നല്ലത് തന്നെ ആയിരുന്നു. ഒരു ഓണർ എന്ന നിലയിൽ പ്രതികരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. പുള്ളി ക്യാരക്ടർ പിടിച്ചു നിന്ന് കളിച്ചു, അല്ലാതെ അതിന് അപ്പുറം പുള്ളി ഒന്നും ചെയ്തില്ല. പുള്ളി ഒരു ഓണർ ആണല്ലോ, അതിനകത്തൊരു ജ്യൂസ് കമ്പനിയുടെ ഓണറാണ്. അപ്പോൾ പുള്ളിക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയുടെ പ്രസ്ഥാനം വളർന്നുകൊണ്ട് പോകാൻ അവർ സമ്മതിക്കാതെ വരുമ്പോൾ പുള്ളി കൊണ്ടുവരുന്ന പ്രൊഡക്റ്റുകളെല്ലാം ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ടുള്ള അനുമോളും അതുപോലെ തന്നെ സാബുമാനും റിജക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ദേഷ്യത്തിൽ പ്രതികരിക്കുന്ന രീതിയിലാണ് നമ്മുടെ അനീഷ് അവിടെ നിന്നതും, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനനുസരിച്ചാണ് അവിടെ നിന്നത്. എന്നാൽ ഫുൾ നമുക്ക് അങ്ങോട്ട് അനീഷിന്റെ സൈഡ് പിടിച്ച് നമുക്ക് പോകാനും പറ്റത്തില്ല. ചീഞ്ഞളിഞ്ഞു എന്ന് തന്നെ പറയാം അനീഷിന്റെ ആ ഒരു സ്വഭാവം. അല്ലെങ്കിൽ അനീഷ് മൊത്തത്തിൽ എക്സ്പോസ്ഡ് ആയി എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ അനീഷിന്റെ ഒരു പട്ടി ഷോ തന്നെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം ഒരു ആവശ്യവുമില്ലാതെ അല്ലെങ്കിൽ അനീഷിന്റെ സൈഡിൽ ഒരു രീതിയിലും ഒരു പ്ലസ് ആയിട്ടോ അല്ലെങ്കിൽ അനീഷിന്റെ സൈഡിൽ നമുക്ക് ഒരു രീതിയിലും പിടിക്കാൻ പറ്റത്തില്ലാത്ത റീസൺസ് ആണ് അനീഷ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പോസിറ്റീവായിട്ട് എന്തെങ്കിലും അനീഷ് പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനീഷിന്റെ സൈഡ് നല്ലതായിരുന്നു അല്ലെങ്കിൽ അനീഷ് ആർഗ്യുമെന്റ് ചെയ്തത് പ്രോപ്പർ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. സോ നിങ്ങൾ പ്രേക്ഷകരും ഇതേപറ്റിയുള്ള അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അനീഷ് അവിടെ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് രണ്ട് രീതിയിലും നമുക്ക് എടുക്കാൻ സാധിക്കും. ബട്ട് ഒരു മൊത്തത്തിലൊരു പട്ടിഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ആവശ്യവുമില്ലാതെ അവിടെ കയറി അങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആക്ട് അനീഷിന്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അവർ റിജക്ട് ചെയ്തു, അതിന്റെ കാരണങ്ങളും പ്രോപ്പറായിട്ട് പറഞ്ഞു, അത് അക്സെപ്റ്റ് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നലത്തെ പോലെ അവർക്കെതിരെ അങ്ങനെ അവിടെ ഒരു എന്താ പറയുക പൊട്ടിത്തെറിക്കേണ്ട കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന മറ്റു ടീമിന്റെ ജ്യൂസ് ബോട്ടിലുകൾ എടുത്ത് പുറത്തേക്ക് എറിയേണ്ടതോ പാത്രമൊക്കെ ചവിട്ടി പൊട്ടിക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ അനീഷിന് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായം. എന്തായാലും നമുക്ക് നോക്കാം. ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സാബുമാനും അനുമോളും വളരെ മോശമായിട്ട് തന്നെയാണ് അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ റിജക്ട് ചെയ്യാൻ വേണ്ടി മാത്രം അവിടെ വന്നിരുന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടാസ്ക് വേറൊരു തലത്തിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. റിജക്ട് ചെയ്ത് ആ ഒരു ടാസ്കിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അത്രയൊന്നും എന്താ പറയുന്ന ഫെയർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഫെയർ ആയിട്ടേ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ടാസ്കും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇത് ബിഗ് ബോസ് ആണ്, അതൊരു ഗെയിമാണ്. ഗെയിമിനെ ഗെയിമിൻ്റെതായ രീതിയിൽ കണ്ട് അതിൻ്റെതായിട്ടുള്ള കോംപ്രമൈസുകൾ നടത്തി ഗെയിമിനെ മറ്റൊരു തലത്തിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ ഈ ടാസ്കിൽ ചെയ്യുന്ന കണ്ടസ്റ്റൻസ് തീരുമാനിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. അത് എല്ലാ കണ്ടസ്റ്റൻസും അങ്ങനെ ആയിരിക്കണം. അതല്ലാതെ കുറച്ചുപേര് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുപേര്
പേര് ഗെയിം കളിക്കുമ്പോൾ മറ്റു കുറച്ച് പേര് അതിന് റിബലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. സോ ഈ ഒരു കേസിൽ അനീഷിന്റെ സൈഡിൽ നമുക്ക് നിൽക്കാം, മറ്റുള്ളവരുടെ സൈഡിൽ നിൽക്കാം. പക്ഷെ കുറെ കാര്യങ്ങൾ അനീഷ് ചെയ്തത് വളരെ മോശമായി പോയി. അത്രയ്ക്കും ഒന്നും അഗ്രസീവായിട്ട് പൊട്ടിത്തെറിച്ച് അവിടെ ഒരു എന്താ പറയുന്നത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അനീഷിന്റെ സൈഡിലാണ് അവിടെ കംപ്ലീറ്റ്ലി തെറ്റെല്ലാം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർ ആ ബോട്ടിലുകളെല്ലാം റിജക്റ്റ് ചെയ്തത്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.